ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു വെയിലത്ത് ക്ലാസ്സും കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് കേട്ടോ. തേണ്ടടാ പോകുന്ന ചേട്ടനും വണ്ടി. ചേച്ചിക്ക് ഉടനെ എൻ്റെ അനസന്ന ഓടിക്കുന്ന വണ്ടിയിൽ ലോഡ് ഇറക്കുന്ന എനിക്ക് കാണണേ എന്നും പറഞ്ഞ് അമറാൻ തുടങ്ങി. എന്നാൽ പിന്നെ നേരെ അത് കണ്ട് വീഡിയോ എടുത്ത് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളും വെച്ചനത്തി ആ ഊട് വഴി കൂടെ കേട്ടോ. കുണ്ടും കുഴിയൊക്കെയാ. ഇത് എവിടെ പോകുന്നെന്ന് ഞങ്ങൾക്ക് പിടിയില്ല, എന്നാലും കൂടെ പോവാം. അങ്ങനെ ഞങ്ങൾ സൈറ്റിലെത്തി കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ചേട്ടൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ സ്കൂട്ടി മേളിൽ ഒതുക്കിയിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കുക. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന അവർ കണ്ടു കേട്ടോ. ചേട്ടനോട് ചേട്ടൻ്റെ കിളിയുണ്ട്. രണ്ടുപേരും കൂടെ ടാർപ്പയുടെ കെട്ടൊക്കെ അഴിച്ച് അതൊക്കെ മാറ്റിയെടുക്കുവാണേ. അഴിച്ചു മാറ്റിയ ടാർപ്പ രണ്ടെണ്ണം കൂടെ നല്ല വൃത്തിക്ക് മടക്കിയൊക്കെ വെക്കുന്നത്. ഞങ്ങൾ വല്ലവായിരുന്നെങ്കിൽ ഇത് ആലാകോല വലിച്ച് എവിടെയെങ്കിലും ഇട്ടിട്ട് പോയേനും. അങ്ങനെ ആ ടാർപ്പയൊക്കെ ഒതുക്കി വെച്ചിട്ട് അവർ രണ്ടുപേരോട് ഇടാനുള്ള സ്ഥലമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുവാണ് കേട്ടോ. അവിടെ കുഴിയുണ്ടോ, വണ്ടി ഇറങ്ങുമോ എന്നൊക്കെ നോക്കുവാണ് രണ്ടുപേരും കൂടെ. എന്നിട്ട് ചേട്ടൻ സൈക്കിളോട്ട് എടുത്ത സമയത്തേക്ക് ചേച്ചി പുറകെ ഓടി കേട്ടോ. എനിക്ക് അടുത്ത് നിന്ന് എൻ്റെ അനുസരണം വണ്ടിക്കകത്തുനിന്ന് ലോഡ് ഇറക്കുന്ന കാണണമെന്ന് പറഞ്ഞോട്ടെ പോയി നിൽക്കുവാണേ. എന്നാൽ പിന്നെ ഞാൻ എന്തിനാ കുറയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ. വണ്ടി ബാക്കിലോട്ട് എടുത്ത് അവർ ലോഡ് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പുറത്തെ സൈഡിൽ ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൂപ്പനാണെങ്കിൽ ഈട് കെട്ടുന്ന ആണെന്ന് തോന്നുന്നു. അപ്പോൾ അപ്പൂപ്പൻ പറയുന്നുണ്ട് കുറച്ചും കൂടി താപ്പോട്ട് ഇറക്ക്, കല്ലെടുത്തോണ്ട് പോകാൻ പാടില്ലയോ എന്നൊക്കെ പറയുന്നു. ഇനി താപ്പോട്ട് ഇറക്കിയാൽ താഴത്തെ കുഴി വീഴും. അങ്ങനെ സൈഡെല്ലാം ഒതുക്കി അവർ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കിളിക്കൊച്ചനാണെങ്കിൽ എൻ്റെ സൈഡിൽ നിന്നൊക്കെ എന്താണ്ടൊക്കെ തട്ടിയിടുന്നുണ്ട്. ഞാൻ എന്തോ തല്ലി പൊളിച്ചപ്പുറത്ത് ഇനി ഇപ്പുറത്തും വന്ന് അതുപോലെ ചെയ്യാൻ വരുക. അങ്ങനെ ആ രണ്ട് സൈഡിലെയും കമ്പിയൊക്കെ തല്ലി ഇളക്കിയിട്ട് അവൻ പെട്ടെന്ന് ഇങ്ങോട്ട് മാറുന്നുണ്ട്. ഈ മാറുന്നതിൻ്റെ ഗുഡൻസ് എനിക്ക് ഇപ്പോൾ പിടികിട്ടിയില്ല കേട്ടോ. ഇച്ചിരി കഴിഞ്ഞിട്ട് മനസ്സിലായി. ഒരാൾ വീഡിയോ എടുക്കാൻ പോയില്ല. ഇപ്പം നിങ്ങൾക്കും കാരണം മനസ്സിലായല്ലോ. പാറ വിട്ട സമയത്ത് അതിനകത്തുനിന്ന് വന്ന പൊടിക്കകത്ത് ഞാനങ്ങ് കുളിച്ച് എന്നെ കുറച്ച് നേരത്തേക്ക് കാണാനേ കിട്ടുന്നില്ലായിരുന്നു. നല്ല പണി കിട്ടി. അവിടുന്ന് ഇന്നൊരു മനുഷ്യൻ എന്നോട് എന്തെങ്കിലും ഒരു ക്ലൂ തന്നായിരുന്നെങ്കിൽ ഞാനിങ്ങനെ പാറപ്പൊടിക്കകത്ത് കുളിച്ചിരിക്കത്തില്ലായിരുന്നു.